ഇവിടെ ഉപ്മാവ് ഉണ്ടാക്കാം. ഇനി കുറച്ച് ബട്ടറിട്ട് ചട്ടി ചൂടായി ബട്ടറിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ജീരകം, കടുവിടരുത്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും കരിവേപ്പിലയും എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് 2 കിഴങ്ങിട്ട് കൊടുക്കാം. ചെറു തീയിലത് മൂത്ത് വരട്ടെ. എണ്ണ വേണ്ടുന്നവർക്ക് എണ്ണ ഒഴിക്കാം, നെയ്യ് വേണ്ടുന്നവർക്ക് നെയ്യ് ഒഴിക്കാം. ഇപ്പം എൻ്റെ അടുത്ത് കുറേ ബട്ടറുണ്ട്. ഇനി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് അതങ്ങ് എടുത്ത് തീർക്കാമെന്ന് വെച്ച് എണ്ണയും വെച്ച് ഉണ്ടാക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് കമത്തി അടയ്ക്കാം. വേണ്ട ചവ്വരി വെള്ളത്തിൽ 2-3 ട്രിപ്പ് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുതിർന്നിട്ടുണ്ട്. എന്താ കുതിർന്ന് അധികം നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കണ്ട. എളുപ്പം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വാരി ഇതുപോലെ വെള്ളം തോർത്തി വയ്ക്കണം. നല്ല രസമായത് കഴിക്കാൻ. ഞാനേ 250 രൂപയ്ക്ക് ഒരു എണ്ണ വാങ്ങിച്ച്, വെളിച്ചെണ്ണ. ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഇത് മായം ചേർത്തൊന്നറിയാൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പാല് പോലെ ആവുകയെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണയാണ്. പക്ഷേ ഇത് നല്ല വെളിച്ചെണ്ണ കേട്ടോ. 255 രൂപ. ആദ്യം മേടിച്ചെണ്ണ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയിട്ട് അത് ഇതുപോലെ പാല് പോലെ ആയില്ല. അതങ്ങനെ തന്നെ ഇരുന്നു, പാം ഓയിൽ പോലെ. പാം ഓയിലല്ല, എന്തോ ഒരു എണ്ണ പോലെ ഇരുന്നു. അന്നത് കാണിക്കാൻ മറന്നു. ഇനി ഞാൻ മേടിക്കുമ്പോൾ അങ്ങനെ ഇട്ട് കാണിക്കാം. കുറേ കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്കൊരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ചതച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ മൂംപല്ലി എന്ന് പറയും, മൂംപല്ലി. അതൊന്ന് ചെറുതായിട്ട് നോക്കട്ടെ. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ അപ്പം തന്നെ ഇടുന്നത്, വറുത്തല്ല പച്ച കപ്പലണ്ടി. അതുകൊണ്ടൊരു 2 മിനിറ്റ് ഞാൻ ഈ കിഴങ്ങിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ച് ഇനി നമുക്ക് ചവ്വരിട്ട് കൊടുക്കാം. ഒന്നിലൂടെ തൊടാതെ കിടക്കുന്നുണ്ടോ നമ്മൾ കൈ ഇതെല്ലാം ഇളക്കി കൂട്ടി മിക്സായിട്ടുണ്ട്. മല്ലിയില ഇടാം. മല്ലിയില വേണ്ടുന്നവർക്ക് മല്ലിയില ഇടാം. എന്നിട്ട് നമുക്ക് ലേശം നേരം ഒന്ന് കമത്തി അടയ്ക്കാം. കൂടുതലേരം അടയ്ക്കേണ്ട, ലേശം നേരം. ഈ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ആകുന്നുണ്ട്. ഇച്ചിരി കുറവുണ്ട്, ശകലം ഇട്ട് കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ ഈ വെള്ള കളർ കാണത്തില്ല കേട്ടോ. അത് നല്ല മയമുണ്ട്. കണ്ടോ, അതിൽ വരട്ട് ചതക്കാൻ വെണ്ണ പോലെ മതി. നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കാം. ഇത് ഈ മല്ലിയില ഇട്ടിട്ടില്ല, മല്ലിയില ഇടാം. കപ്പലണ്ടിയും ജീരകവും കിഴങ്ങും, വറുത്ത കിഴങ്ങും ചവ്വരയിലവിടെ ചവച്ചിങ്ങനെ കഴിക്കാൻ എന്ത് രസമാണെന്നറിയാമോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു ചിലവുമില്ല. 2 നമ്മുടെ ഇഷ്ടത്തിന് കിഴങ്ങിടാം. ചൂടോടെ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ.